സ്കൂളിലെ അവധി സമയമാണ്. അപ്പച്ചനെ വർക്ക്ഷോപ്പ് ജോലികളിൽ സഹായിക്കുന്ന മകള് പ്രിയപ്പെട്ട സുഹൃത്തും നാട്ടുകാരനായിട്ടുള്ള ലിജോൻ്റെ മോളാണ്. ലിജോ ഞാൻ ഒരുമിച്ച് പഠിച്ചാണ് 10ാം ക്ലാസ്സിൽ. ലിജോ 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി കഴിഞ്ഞ് ITI കഴിഞ്ഞ് വർക്ക്ഷോപ്പ് ജോലിക്ക് ഇറങ്ങി. ഇപ്പോഴും വർക്ക്ഷോപ്പ് ജോലിയായിട്ട് മുന്നോട്ട് പോകുന്നു. ആലുവ കുന്നുംപുറത്ത് ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ വീഡിയോ കണ്ട സമയത്ത് വലിയ സന്തോഷം തോന്നി. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ രക്ഷിതാക്കളിൽ പലരും അവർ ചെയ്യുന്ന ജോലി എന്താണെന്നോ അവരുടെ വരുമാനം എത്രയാണെന്നോ അവർ ചെയ്യുന്ന ജോലിയുടെ എഫർട്ട് എന്താണെന്നൊന്നും മക്കളെ അറിയിക്കാറില്ല. ഒന്നും അറിയിക്കാതെ മക്കൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുത്ത് വളർത്തുന്ന പാരൻസാണ് ഭൂരിഭാഗം ആളുകളും. പക്ഷേ നമ്മൾ ചെയ്യുന്ന ജോലി, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണ്, നമ്മുടെ വരുമാനം എത്രയാണ്, നമുക്കൊരു മാസം വീട്ടിലത്തെ ചിലവുകൾ എത്രയാണ് എന്നുള്ള കാര്യമൊക്കെ കുട്ടികൾ കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ, ഒരു 10 വയസ്സിന് മുകളിലേക്ക് പ്രായമായി കഴിഞ്ഞാൽ അവരറിയിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞ് അവർ വളരുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ജോലിയുടെ മൂല്യവും, അവർ ഭാവിയിൽ വലുതായി ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് പൈസ സമ്പാദിക്കുമ്പോൾ ആ പൈസയുടെ മൂല്യവും അതെങ്ങനെ കൃത്യമായിട്ട് വിനിയോഗിക്കണം എന്നുള്ള ഒരു തിരിച്ചറിവൊക്കെ അവർക്കുണ്ടാവുള്ളൂ. 10ാം ക്ലാസ്സിൽ ഞാനും ലിജോയും ഒരുമിച്ചാണ് പഠിച്ചത്. എൻ്റെ തൊട്ടടുത്തുള്ള റോൾ നമ്പറായിരുന്നു. ഒരേ അക്ഷരത്തിൽ പേര് തുടങ്ങുന്നതുകൊണ്ട് ഞാനും ലിജോയും എപ്പോഴും ഒരുമിച്ചായിരുന്നു. ഒരു ബെഞ്ചിലിരുന്നാണ് 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് എഴുതി പാസ്സായത്. നാട്ടിൽ ചെല്ലുന്ന സമയത്ത് വല്ലപ്പോഴും കാണാറുണ്ട്. അങ്ങനെ സ്ഥിരമായിട്ട് കോൺടാക്റ്റോ കമ്മ്യൂണിക്കേഷനോ ഒന്നുമില്ല. പക്ഷേ ഈ വീഡിയോ കണ്ട സമയത്ത് വലിയ സന്തോഷം തോന്നി. ഞാൻ ലിജോനെ കോൺടാക്ട് ചെയ്തു, വീഡിയോ ഒന്ന് അയച്ചു തരണമെന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി അവൻ അയച്ചു തന്നതാണ്. രക്ഷിതാക്കൾ ചെയ്യുന്ന ജോലി എന്താണെന്ന് കണ്ടറിഞ്ഞ് നമ്മുടെ മക്കൾ വളരണം. ആ ജോലിയുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് അവർ മനസ്സിലാക്കണം. ജീവിക്കാനുള്ള സമ്പാദ്യത്തിന് വേണ്ടിയിട്ട് എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മക്കൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി വളരണം. അങ്ങനെ വളരുമ്പോഴാണ് അവർക്ക് പണത്തിൻ്റെ മൂല്യം എത്രയാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അങ്ങനെ വളരുന്ന കുട്ടികൾ അനാവശ്യമായി ഒരിടത്തും പണം ചെലവാക്കാനായിട്ട് മാതാപിതാക്കളെ നിർബന്ധിക്കില്ല.